ഇനി ഔഫു അൽ കൈല വൽ മീസാൻ ബിൽ ഖിസ്തി. വേമേ പറഞ്ഞു പോകട്ടോ, അവസാനിപ്പിക്കാൻ. എന്താ പറഞ്ഞത്? ഔഫു അൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി. കൈല് എന്ന് പറഞ്ഞാൽ അളവ്. നമ്മൾ കഞ്ഞൊഴിക്കുന്ന കൈല് അറിയില്ലേ, അത് അറബിയിൽ നിന്ന് വന്ന പദ. പണ്ട് അറബികൾ ഇവിടെ വന്നപ്പോൾ സാധനങ്ങളൊക്കെ അളക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. നമ്മൾ കഞ്ഞൊഴിക്കാനാക്കിയത് മാത്രം. കൈല് എന്നുള്ള പേര് അങ്ങനത്തെ വന്ന. കൈല് എന്ന് പറഞ്ഞാൽ അളക്കുക നടത്തും. മീസാൻ എന്ന് പറഞ്ഞാലോ തൂക്കുക നടത്തും. മീസാൻ തൂക്കം. അപ്പം വല ഔഫു അൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി. അളവിലും തൂക്കത്തിലും നീതിപൂർവം നിങ്ങൾ പൂർത്തിയാക്കണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. വൈലുള്ളിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസി യസ്തൗഫു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അവർ ജനങ്ങളുടെ പക്കൽ നിന്ന് സാധനം അളന്നു വാങ്ങുമ്പോൾ നല്ല കൂട്ടി അളക്കും. ജനങ്ങൾക്ക് സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ കുറച്ചളക്കും. അവർക്ക് നാശം എന്ന് പറയുന്ന ഒരു സൂറത്തിന്റെ ഖുർആനിലുണ്ട്. ലോകത്തിലെ മനുഷ്യൻ ഏറ്റവുമേറെ വഞ്ചിക്കപ്പെടുന്നത് അളവിലും തൂക്കത്തിലും. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരു ദിവസം എത്ര വട്ടങ്ങൾ അളവിലും തൂക്കത്തിലും വഞ്ചിക്കപ്പെടുന്നത്? പല കോലത്തിൽ. അത് ഏത് സാധനമാവട്ടെ. സമൂഹത്തിൽ ലോകത്തിലെ സമ്പന്നരാവാൻ കൊതിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ മാർഗം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല. അത് രത്നങ്ങൾ തൂക്കുന്ന, സ്വർണം തൂക്കുന്ന തുലാസ് മുതൽ അങ്ങാടിയിൽ വലിയ വാഹനങ്ങൾ തൂക്കുന്ന വേ ബ്രിഡ്ജുകളിൽ വരെ അളവിലും തൂക്കത്തിലും കൃത്രിമം. അപ്പൊ എന്താ ആൾക്കാർ പറയാറിയോ? അതെ, അതൊന്നും അങ്ങനെ നേരെ കൊണ്ടുവന്ന കച്ചവടം നടക്കൂല. ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാലേ കച്ചവടം നടക്കുള്ളൂ അല്ലേ? ചില തുലാസൊക്കെ അങ്ങനെയാണ്. 90 കഴിഞ്ഞാൽ 100 ആവും. 10 ഗ്രാമിലൊക്കെ ചാടുക. അത് സെറ്റ് ചെയ്യുമ്പോൾ, അത് ടെക്നീഷ്യന്മാർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലപ്പോൾ അത് എത്ര സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഒക്കെ നടക്കും. ഏത് നടക്കും അല്ലേ? അപ്പോ അള്ളാഹുവിന്റെ ശക്തമായ കൽപ്പനയാണ്. ഇതാണ് ഇപ്പൊ ഇസ്ലാം എല്ലാം അറാമാക്കി പറയുന്നല്ലോ. ഇതാ ഇസ്ലാം ചെയ്ത കുറ്റം. ഏത്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. അതിൽ നിങ്ങൾ നീതിയോടുകൂടി അത് പൂർത്തിയായി അളക്കുകയും തൂക്കുകയും ചെയ്യണം. ചതി പാടില്ല, വഞ്ചന പാടില്ല ഈ വിഷയത്തില്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിട്ടൊക്കെയാ. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പ്രവാചകൻ അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് കാണിങ്ങോട്ട് വാരി. അപ്പൊ അതിന്റെ ഉള്ളിലെ ഗോതമ്പ് നനഞ്ഞിട്ടുണ്ട്. അതൊരു തന്ത്രമാണ് അന്നത്തെ കാലത്ത്. നനച്ചിടും തൂക്കം കൂടാൻ വേണ്ടി. അപ്പൊ റസൂൽ ചോദിച്ചത് എന്താ തൂക്കം കൂടിയത്? അപ്പൊ അയാൾ പറഞ്ഞു അത് നനഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മഴ കൊണ്ടിട്ട് നനഞ്ഞതാ. അപ്പൊ റസൂൽ പറഞ്ഞ കാര്യം ചെയ്യും, ആ നനഞ്ഞ ഭാഗം ആൾക്കാർ കാണട്ടെ. തൂക്കി കൊടുക്കുമ്പോ ആ നനവിന്റെ ആ കുറവ് നിന്റെ തൂക്കത്തിൽ കൂടുതലായി ഉണ്ടാവട്ടെ. ആളുകളെ ചതിക്കുന്ന ഏർപ്പാടുണ്ടാവരുത് അല്ലേ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. അത് നീതിയോടുകൂടി പൂർത്തിയാക്കണം. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്.